Hi children, hope you all are doing well. All of you understand what and all we studied in the last class? Yes, subtraction and all you do, and also how to check. That also you understand. Hope that you all do it very well. So last day we stopped from one statement problem. What is that statement problem? I asked you to read and understand that what statement problem, isn't it? You read it. Yes. Okay, so we can go to that question. What is that question here? 8,000 aeroplanes take off from the airport every day, but only 6,748 could take off on Monday due to bad weather. How many flights were cancelled? So what is that? Here 8,000 aeroplanes take off from the airport means what? 8,000 aeroplanes ആണ് എന്താ എയർപ്ലെയിൻ എടുക്കുന്നത് അല്ലേ? എന്താണ് എയർപോർട്ടിലൊക്കെ നമ്മൾ ഒരുപാട് എയർപ്ലെയിൻസ് കാണാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്താണ് 8,000 aeroplanes take off from the airplane every day. എല്ലാ ദിവസവും 8,000 aeroplanes ആണ് പറക്കുക അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എയർപ്ലെയിൻ ഒക്കെ ഇങ്ങനെ പറക്കുമ്പോൾ നമ്മൾ എന്താവും സന്തോഷത്തോട് കൂടിയിട്ട് പുറത്തേക്ക് പോയിട്ട് നോക്കാറുണ്ട്. So like that it's a here also 8,000 aeroplanes എല്ലാ ദിവസവും പറക്കും. So only 6,748 could take off on Monday. Monday ദിവസം എന്ത് പറ്റി? ഇത്ര എയറോപ്ലെയിൻസേ പറഞ്ഞിട്ടുള്ളൂ. എത്ര? 6,748 എയറോപ്ലെയിൻസേ എന്തായിട്ടുള്ളൂ? മൺഡേ എടുത്തിട്ടുള്ളൂ അല്ലേ? പറക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ബാഡ് വെതർ. എന്താണ് ഡ്യൂ ടു ബാഡ് വെതർ? കാലാവസ്ഥ അല്ലേ? നമ്മൾ എന്താണ് നല്ല മഴക്കാറൊക്കെ ഉണ്ടാവും, നമ്മൾ പറയും ഒന്നൊരു ജാതി ദിവസമാണ്, നല്ല മഴയൊക്കെ ഉണ്ട്, അപ്പോൾ എന്താണ് പറ്റില്ല, ഇത് ഓടിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ബാഡ് വെതർ കാരണം ഇത്ര എയറോപ്ലെയിൻസേ പോയിട്ടുള്ളൂ. ഹൗ മെനി ഫ്ലൈറ്റ്സ് were cancelled? ക്യാൻസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പറഞ്ഞില്ല, എന്താണ് എയറോപ്ലെയിൻസ് എടുത്തില്ല. അവർ എയറോപ്ലെയിൻസ് എന്താക്കും? ഇത്ര എയറോപ്ലെയിൻസ് കുറേ എയറോപ്ലെയിൻസ് അവിടെ ഉണ്ട്, പക്ഷേ എന്താണ് കാലാവസ്ഥ മോശമായത് കാരണം ഇത്ര കുറച്ച് എയറോപ്ലെയിൻസേ പോയിട്ടുള്ളൂ അല്ലേ? നമ്മൾ സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് പറയുക? ചിലവർക്ക് പനി പിടിച്ച് അല്ലേ? നമ്മൾ പറയും ഇത്ര കുട്ടികളുണ്ട്, 45 സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ, പക്ഷെ എന്താണ് 40 സ്റ്റുഡൻസേ വന്നിട്ടുള്ളൂ. എന്താ പറ്റി? 5 സ്റ്റുഡൻസിന് എന്താ പറ്റിയത്? സുഖമില്ലാതെയായി അല്ലേ? എന്താണ് പനി പിടിച്ചു. അപ്പോൾ എന്താണ് കാലാവസ്ഥ ചിലപ്പോൾ പറ്റില്ല, മഴ പെയ്താൽ ചില കുട്ടിക്ക് പറ്റില്ല. അപ്പോൾ എന്തായി? കുറച്ച് കുട്ടികൾ എന്തായി പോയി? ആബ്സെൻ്റ് ആയി. അപ്പോൾ ബാക്കി എത്ര കുട്ടികളുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് നമ്മൾ കാണാനായിട്ട് സബ്ട്രാക്ട് ചെയ്യാറുണ്ട് അല്ലേ? ടോട്ടലിൽ നിന്ന് ഇത്ര കുട്ടികളെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുട്ടികൾ ക്ലാസ്സിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഹിയർ ഓൾസോ വാട്ട് ദിസ് മച്ച് ഓഫ് എയറോപ്ലെയിൻസ് എല്ലാ ദിവസവും പോകും. സോ വി വിൽ റൈറ്റ് ഹൗ സെന്റൻസ് ആൻഡ് ഓൾ നമ്പർ ഓഫ് എയറോപ്ലെയിൻസ് വാട്ട് എവറി ഡേ ഓർ ടേക്ക് ഓഫ് എവറി ഡേ. നമ്പർ ഓഫ് എയറോപ്ലെയിൻസ് take off every day, isn't it children? You will be writing like that. Aeroplanes take off every day. Every day is how much? How many aeroplanes is there? 8,000 aeroplanes is taking off every day. So number of aeroplanes what on Monday? Number of aeroplanes take off on Monday, isn't it children? Aeroplane take off on Monday. On Monday, isn't it? So what? How many aeroplanes on Monday? It is what? 6,748 aeroplanes. Therefore what? Therefore we must find out what? How many number of aeroplanes got cancelled? Cancel ആയി പോവാന്ന് പറഞ്ഞാൽ ഓടുന്നില്ല അല്ലേ? ആ ദിവസം എത്രയാണ്? ഇത്ര എയറോപ്ലെയിൻസ് പോകുന്നില്ല. So last sentence what we want to find out? Number of aeroplanes cancelled. What? Number of aeroplanes cancelled, isn't it children? You all understand how many aeroplane cancelled? You will find out, isn't it? How will you find out? We must subtract 8,000 minus 6,748. That you will do. So you know how to write the statement problems and also how to find out what addition or subtraction. So you must subtract. You know how to subtract 4 digit, 5 digit and all. So you know how to subtract 8,000 minus 6,748. That you will do, isn't it children? Okay, you all understand how to write the statement problems and also how to subtract. That you must complete. We can go to next question. What is next question here children? Next question. Aditi was born in the year 1986. How old was she in 2010?
സോ എന്താണ് നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും ജനിച്ചു, ഇന്ന ഇയറിലാണ് ഞാൻ ജനിച്ചത്, എനിക്ക് ഇപ്പം ഇത്ര വയസ്സായി എന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്ത് നോക്കും അല്ലെ, ഇയർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കും. സോ ഹിയർ ഓൾസോ അതിഥി വാസ് ബോൺ ഇൻ ദ ഇയർ 1986. 1986 അതിഥി ബോൺ ചെയ്തിട്ടുണ്ട്, അത് ജനിച്ചിട്ടുണ്ട് അല്ലേ. ഹൗ ഓൾഡ് വാസ് ഷീ ഇൻ 2010? 2010 ആയപ്പം അവളുടെ ഏജ് എത്രയാണ് എന്ന് നമ്മൾ എങ്ങനെയാ കാണുക? യെസ്, യു ഓൾ നോ ഹൗ ടു ഡു. we want to multiply, what? Subtract. We want to subtract. So here 2010 minus 1986. What is that? We must do subtraction. That also you can do, isn't it, children? You all know how to subtract 2010 minus 1986, isn't it? So we all studied how to subtract and how to add. So you know how to do. So you must write these questions and what this working and all in your notebook. So you know what 0 minus 6, you know what we want to borrow, isn't it? We want to go to 1 and ask for 1. So this number will give you 1 അല്ലേ. 0 എന്ത് ചെയ്യും? അടുത്ത നമ്പറിൽ പോവും, എന്നിട്ട് ഒന്ന് ചോദിക്കും, അപ്പൊ എന്ത് ചെയ്തു? 1 കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അത് സബ്ട്രാക്ട് ചെയ്യും. പിന്നെയും അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും അടുത്ത നമ്പറിലോട്ട് പോകും, ചോദിക്കും, വാങ്ങും, സബ്ട്രാക്ട് ചെയ്യും. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. മിസ് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? ഒന്നും ഒറ്റയ്ക്ക് ചെയ്യില്ല, എല്ലാം മിസ് ചെയ്യുന്നത് നോക്കിയിട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് പറയുന്നത് മാത്രം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് how to do these questions. Okay, so you know these 2 questions, you know how to do it. You must find that answers and okay, do it in your notebook, find it out. Next question is what? Here you can find out. Next question, it is subtract the sum of 2,36,478 and 52,079 from the sum of 5,23,678 and 47,293. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയി അല്ലേ. നിങ്ങൾ കുഞ്ഞു മക്കളാണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് എന്തായിരുന്നു? ഓക്കെ ആയിരുന്നു, കാരണം ഒരു 2 നമ്പർ ഉണ്ട്, അതിൻ്റെ അത് സബ്ട്രാക്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതെന്താ അപ്പോൾ കുറേ നമ്പേഴ്സ് മിസ് തന്നിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാ ചെയ്യുക അല്ലേ? സോ യു വിൽ ഗെറ്റിംഗ് കൺഫ്യൂസ്. സോ ഒന്നുമില്ല, നമ്മൾ മെല്ലെ വായിച്ചു നോക്കുക എന്താണ് പറയുന്നത് നോക്കിയേ. സബ്ട്രാക്ട് ദ സം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഇവിടെ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 236,478, 52079. അപ്പൊ അവിടെ അങ്ങനെ പറയുമ്പോൾ എന്താണ്? അത് രണ്ടും കൂടെ ആദ്യം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സബ്ട്രാക്ട് ദ സം ഓഫ് എന്ന് പറയുമ്പം ഈ നമ്പറും കൂടെ സം കാണാം. സം മീൻസ് വാട്ട്? ആഡ്. ആൻഡ് ഫ്രം ദ സം ഓഫ് ദിസ്. അപ്പം എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആദ്യം ആഡ് ചെയ്യണം, ഇത് രണ്ടും കൂടെ വീണ്ടും ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? സബ്ട്രാക്ട് ദ സം ഓഫ് ദിസ് 2 നമ്പേഴ്സ് ഫ്രം ദ സം ഓഫ് ദിസ് 2 നമ്പേഴ്സ്. അപ്പൊ എന്താണ്? ആദ്യം ഇത് രണ്ടും ആഡ് ചെയ്യാ, പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്യാ, എന്നിട്ട് എന്ത് ചെയ്യാ? ഈ കിട്ടിയ അതിന്റെ ആൻസർ കിട്ടുന്നില്ലേ? So you must subtract what the answers of these 2. അതാണ് ആ ക്വസ്റ്റ്യന്റെ മീനിങ്. നിങ്ങൾക്ക് കുറേ നമ്പേഴ്സ് കാണുമ്പോൾ don't get confused. You must understand what the question. So from this question itself you must read 1, 2, 3 times, then only you will understand. So what we must do first? First we can add these 2, isn't it children? So we can add 236,478 plus what? 52079. How many numbers is here? 1, 2, 3, 4, 5. Here how many? 6. So എങ്ങനെയാ ചെയ്യാ? ഇവിടെ എഴുതുക 52 എന്ന്? No, isn't it? We will be writing what? 52079. Okay children, so this 2 we want to add, and also they told this 2 we want to add. So here 523 what? 678 plus what? 47,293. കണ്ടോ?
ഇതൊക്കെ നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് യു ഓൾ നോ ഹൗ ടു റൈറ്റ് ദ നമ്പേഴ്സ്. വാട്ട്? വൺസ് പ്ലേസ് itself, tens place itself. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് കൊണ്ടാണ് മിസ് കുറച്ച് വേഗത്തിൽ ഇവിടെ നമ്പർ എഴുതിയത്. ഓക്കെ, so here they ask you to find the sum of that two numbers. So we write this number, again we write this numbers. So again what? 8 plus 9. What is 8 plus 9? 8 in the mind, 9 on the finger. You know how much? It is 17. 7 1. Okay, 7 plus 1 8. 8 plus 7 15. 5 1. Again 4 plus 1 5. Again 6 plus 2 8. 3 plus 5 8. 2. Okay children, so we must add this. You can use your fingers and all. Okay, every time I am not taking my fingers and adding, I am just doing like this. 8 plus 9, 8 in the mind, 9 on the finger, like that you can do, because you are smaller children. Okay children, so like that you must add this also. 8 plus 3, 8 9 10 11 17 9 7 5. So these two numbers we got. Okay, so again we want to do what? We want to subtract. What is that telling? We want to add that two numbers and we want to subtract these two numbers. Okay, so you must subtract these two numbers and find out the answer. So you can do that. You understand how to do that. Like that also here the difference between two numbers is 698,236. If one number is 64,000, find the other number. They are asking what? This is the difference between two numbers. What is that? This is the difference between two numbers. So they are telling what? The difference between two numbers is equal to 698,236. Okay, so this is the difference between two numbers, and if one number is 64,000, ഒരു നമ്പർ 64,000 ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? അപ്പോൾ ഏതോ ഒരു നമ്പർ 64,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ഓക്കെ, താങ്ക് യു.